ഞാൻ ഇന്ന് കണ്ട മൂവി തുണ്ടൻ മൂവിയാണ്. ആസിഫ് ഉസ്മാനാണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അല്ല അഭിനയിച്ചിരിക്കുന്നത് മെയിൻലി ബിജു മേനോൻ, ഷൈൻ ടോം ചാക്കോ ഒക്കെയാണ്. ബിജു മേനോൻ്റെ രക്ഷാധികാരി ബൈജുവൽ കഴിഞ്ഞ നല്ലൊരു കോമഡി ഫിലിമാണ്. നല്ലൊരു ആക്ടറാണ് ബിജു മേനോൻ. ഒരുപാട് ഗർഡനിൽ സീരിയസ് റോളായിരുന്നു. ഒരു വേഴ്സറ്റൈൽ ആക്ടറാണ് ബിജു മേനോൻ. തുണ്ടെന്ന് പറയുമ്പോൾ ചില ആൾക്കാർ വേഗം ഇങ്ങനെ ബ്ലൂ ഫിലിംസ് അങ്ങനത്തെ അല്ല. ഇത് കോപ്പടിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. പുള്ളിയുടെ മകനും പുള്ളിയും ഒരു പരീക്ഷയ്ക്ക് കോപ്പടിക്കുന്നതാണ് കാണിക്കുന്നത്. അതൊരു റോങ് മെസ്സേജാണ് കോപ്പടിക്കുന്ന പറയുന്നത്. പക്ഷേ അതൊരു ഫൺ ഇതിൽ എടുക്കേണ്ട ആവശ്യമില്ല, സീരിയസ് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഷൈൻ ടോം ചാക്കോ കുറച്ച് നെഗറ്റീവ് റോളാണ്. ഇതിൽ ഒരു പുതിയ പേര് വന്നിരിക്കുകയാണ്, ബിജു മേനോൻ ഷൈൻ ടോം ചാക്കോ. ഒരു റൈവലായിട്ട് അയ്യപ്പനും കോച്ചില്ല, പൃഥ്വിരാജും ബിജു മേനോൻ പോലെ ഒരു ഈഗോ പ്രോബ്ലമാണ്. ഇത് പോലീസ് കഥയാണ്. പോലീസുകാരാനായിട്ട് കളിയാക്കുന്നുണ്ട്. പിന്നെ ബിജു മേനോന് പറ്റുന്ന പല അബദ്ധങ്ങൾ, മണ്ടത്തരങ്ങളാണ് ഇതിൽ മെയിൻലി ചിരിയായിട്ട് മാറുന്നത്. പിന്നെ എല്ലാം കൊണ്ടും നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്. കോമഡി ഫാമിലി എൻ്റർടൈനറാണ്. സെക്കൻഡ് ഹാഫിൽ ഫാമിലി സംബന്ധമായ സെൻറ്റിമെൻറ്റ്സ് കാണിക്കുന്നത്. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. ലാഗ് ഒട്ടുമില്ല. അങ്ങനത്തെ ലാഗൽ സംഭവം ഒട്ടുമില്ല. കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ട്. ഒരു ഫാമിലി കോമഡി ഫീൽ ഗുഡ് മൂവി എൻ്റർടൈനറാണ്. പക്ക എൻ്റർടൈനറാണ്. മെസ്സേജ് ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഉള്ള മെസ്സേജ് കുറച്ച് നെഗറ്റീവാണ്. അല്ല, ആ മെസ്സേജ് അങ്ങനെ സീരിയസ് ആയിട്ടല്ല പറയണം. അത് ആ രീതിയിൽ എടുത്താൽ മതി. പിന്നെ എല്ലാം കൊണ്ടും നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് സീരിയസ് മൂവീസ് കണ്ടു കാണാം. ഇപ്പോൾ ബ്രഹ്മയുഗ ആണെങ്കിൽ വളരെ സീരിയസ് മൂവിയാണ്. ഹൊറർ മൂവി, കുറേ മാസ് മൂവീസ് അല്ലെങ്കിൽ ത്രില്ലേഴ്സൊക്കെ കണ്ട് നമ്മൾ മടുത്തിരിക്കുകയാണ്. കുറേ നാളിന് ശേഷം ചിരിപ്പടം കാണാൻ പറ്റി. ഇപ്പോൾ അയ്യറിൻ അറേബ്യയിലെ ചിരിപ്പടമാണെങ്കിലും ഉദ്ദേശിച്ച നിലവാരത്തിൽ വന്നില്ല. ശരിക്കും ചിരിക്കാനുണ്ട്. പണ്ട് പ്രിയദർശൻ്റെ പടവും ചിരിക്കാനുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കാലത്ത് ഒരുപാട് സ്ട്രെസ്സും ടെൻഷനുകളുണ്ട്. അത് റിലീസ് ചെയ്യാൻ വേണ്ടി, റിലാക്സ് ചെയ്യാൻ വേണ്ടി തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ ചിലവാക്കിയ കാശും മുതലാവും. ശരിക്കും നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. കുറച്ച് നേരം ടെൻഷൻ മാറ്റി വെച്ച് റിലാക്സ് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പോഴത്തെ ഒരു ഇതാണ്, ഇപ്പോഴത്തെ എല്ലാ മൂവീസും പോസിറ്റീവായിട്ട് അവസാനിക്കുന്ന. അപ്പോൾ ഒരു ഫീൽ ഗുഡ് മൂവിയിലൂടെയാണ്. പിന്നെ വേറെയും കുറേ ആർട്ടിസ്റ്റുകളുണ്ട്. ഇതിൽ ഏറ്റവും പെർഫോമൻസ് ബിജു മേനോൻ തന്നെയാണ്. ഷൈൻ ടോം ചാക്കോ അത്ര സ്പേസ് ഇല്ല, എന്നാലും ഉണ്ട്. പിന്നെ എന്തായാലും ഒരുപാട് നാളിന് ശേഷം ഒന്ന് തിയേറ്ററിൽ പോയി ചിരിക്കാൻ പറ്റി. അതിപ്പോൾ ബ്രോഡായിട്ട് ഇറങ്ങുന്ന മുമ്പ് പൃഥ്വിരാജും പറയണ്ടായിരുന്നു, ദൃശ്യം കഴിഞ്ഞിട്ട് കുറേ ത്രില്ലേഴ്സ്, അഞ്ചാം പാത്ര പോലെയല്ല. അങ്ങനെ വരുമ്പോൾ ആൾക്കാർക്ക് ആ ത്രില്ലേഴ്സും മാസം കണ്ട് ഒരു മടുപ്പ് വന്നിരിക്കുകയാണ്. സിനിമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് കൊടുക്കുക മെയിൻ ലക്ഷ്യം. ചില കൂട്ടത്തിൽ എൻ്റർടൈൻമെൻറ്റ് സംഭവം ഉണ്ട്. അപ്പോൾ പണ്ട് പ്രിയദർശൻ്റെയും പിന്നെ ദിലീപിൻ്റെ പല സിനിമകളും പൊട്ടിച്ചിരിക്കാനുള്ളതാണ്. അങ്ങനെ പൊട്ടിച്ചിരിയല്ല. ഇപ്പോൾ പ്രേമലൊരു മൂവി ഭയങ്കര ഹിറ്റാണ്. പക്ഷേ അതിലെ കോമഡി പറഞ്ഞാൽ റിയലിസ്റ്റിക് കോമഡി അല്ല. ഇടയ്ക്കുള്ള കോമഡി വലുപ്പായി മാറുന്നുണ്ട്. പക്ഷേ ഈ തുണ്ടൻ വരെ മൂവിയിൽ റിയലിസ്റ്റിക് കോമഡിയാണ്. അങ്ങനെ എക്സാഗ്രേറ്റഡ് കോമഡി ഒന്നുമല്ല, റിയലിസ്റ്റിക് ഫിലിമാണ്. അപ്പോൾ അത് നമുക്ക് നന്നായി എൻജോയ് ചെയ്യാനും പറ്റും. അതിൻ്റെ ഒപ്പം ചിരിക്കാനും കുറേ ഉണ്ട്. ഫാമിലിയായിട്ട് പോയി കാണാം. പ്രേമലു മോർ യൂത്ത് ഓറിയൻറ്റഡാണ്, യങ്സ്റ്റേഴ്സിനായിട്ട് ഫിലിമാണ്. ഇത് ഫാമിലിക്ക്, യങ്സ്റ്റേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവർക്കും തിയേറ്ററിൽ പോയി 2-2.5 മണിക്കൂർ ചിരിച്ച് റിലാക്സ് ചെയ്ത് ഹാപ്പി ആയിട്ട് തിയേറ്ററിൽ ഇറങ്ങി വരാം. ഒരു 5-ൽ 4.2 റേറ്റിങ്ങൾ കൊടുക്കാം. വലിയ അവകാശവാദമൊന്നും ഇറക്കിയിട്ടില്ല. അവരുടെ എക്സ്പെക്റ്റേഷൻ നമ്മുടെ പോയി അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കൊണ്ടും നല്ലൊരു എൻ്റർടൈനറാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി കാണുക പടം.